ഇപ്പോഴെനിക്ക് വീട് കണ്ടെത്താൻ സാധിച്ചത്. ശുഭ ഒരുപാട് താമസിച്ചു പോയി. മഹിയേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ചു. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായി ഒന്ന് കാണണമായിരുന്നു. അത് മഹിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എന്താ കാര്യമെന്ന് പറഞ്ഞാ ഞാൻ അറിയിക്കാം. ഞാൻ അല്ല, എനിക്ക് അദ്ദേഹത്തോട് നേരിട്ട് പറയേണ്ട കാര്യമാണ്. അദ്ദേഹം എപ്പോഴാ വരിക? ഒരാഴ്ച കഴിയും. എന്നാ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കണ്ടോളാം. അല്ല, ആര് വന്നൊന്ന് പറയണം. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. നിങ്ങൾ ആരാ? എവിടുന്നാ വരുന്നത്? എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനാ. അതിനുവേണ്ടി മാത്രം ഞാൻ വന്ന്. നിങ്ങളുടെ വീട് എവിടെയാ? പാലക്കാടാ. മഹിയേട്ടൻ കുറെ നാൾ പാലക്കാട് ഉണ്ടായിരുന്നല്ലോ. അതെ. അവിടെ വെച്ചുള്ള പരിചയമാണോ? ഇവൾക്ക് മഹിയേട്ടനുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഒന്ന് എറിഞ്ഞു നോക്കാം. പാലക്കാട് താമസിക്കുന്ന സമയത്ത് മഹിയേട്ടൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആളാണോ നിങ്ങള്? അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ, ഉണ്ട്. ഇവിടെ കുറച്ചു പേർക്കൊക്കെ ആ കാര്യം അറിയാം. അദ്ദേഹം പറഞ്ഞ ആള് ഞാൻ തന്നെയാ. എന്താ പേര്? ശുഭ. ഈ കുഞ്ഞ്? അദ്ദേഹം അവിടെ നിന്ന് വരുമ്പോ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോ ശുഭയെ ചതിച്ചിട്ടാണോ മഹിയേട്ടൻ അവിടെ നിന്ന് വന്നത്? അയ്യോ, ഒരിക്കലുമല്ല. അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അറിഞ്ഞത് തന്നെ അദ്ദേഹം പോകുന്നതിന് ശേഷോ. പിന്നെന്താ മഹിയേട്ടനെ കോണ്ടാക്ട് ചെയ്തിരുന്നത്? ഉടനെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കുറേ നാൾ ഞാൻ കാത്തിരുന്നു. പിന്നെ എല്ലാം കൈവിട്ടു പോയി. ഇവൻ ജനിച്ചതിന് ശേഷം ഞാൻ പല രീതിയിൽ അന്വേഷിക്കാനും കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷെ സാധിച്ചില്ല. ഇപ്പോഴെനിക്ക് വീട് കണ്ടെത്താൻ സാധിച്ചത്. ശുഭ ഒരുപാട് താമസിച്ചു പോയി. മഹിയേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ചു.
ഇപ്പൊ മഹിയേട്ടനും ഭാര്യയും ഒരു യാത്രയിലാണ്. വരാൻ കുറച്ചു നാളെടുക്കും. ഇനി വന്നാൽ തന്നെ ശുഭയെ സ്വീകരിക്കാൻ മഹിയേട്ടന് സാധിക്കുമെന്ന് അറിയില്ല. ശുഭയെ കുറിച്ച് അറിഞ്ഞ മഹിയേട്ടൻ തകരും. ആ കുടുംബം നശിക്കും. ശുഭ വിഷമിക്കാതെ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇവിടെ എവിടെയാ ശുഭ താമസിക്കുന്നത്? ഞാൻ വരുന്ന വഴിയാ. താമസിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. ഓ, അപ്പോ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞതോ? ഇവിടെ പാലക്കാടുള്ള ഒരു ആശ്രമത്തിന്റെ ബ്രാഞ്ചുണ്ട്. അവിടെ നിൽക്കാന്നാ കരുതുന്നത്. ആ ശരി, അവിടെ നിന്നോളൂ. ഇങ്ങോട്ടേക്ക് വരണ്ട. ഞാൻ മഹിയേട്ടനും കൂട്ടി അങ്ങോട്ട് വരാം. ശരി, വലിയ ഉപകാരം. ആയിക്കോട്ടെ.